മുതുകിലെ വ്രണത്തിൽ പുഴുക്കൾ, ഗർഭപാത്രത്തിലും ശരീരത്തിൻ്റെ എല്ലാ പാഴ്സുകളിലും അണുബാധ. ഇപ്പം 6ാമത്തെ പ്രസവത്തിൽ മരിച്ചല്ല, ആ സ്ത്രീയുടെ ഒരവസ്ഥയായിരുന്നു അത്. നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. അതിനെതിരെ സംസാരിക്കുന്ന ആരെയും കണ്ടില്ല. മഹിളകൾ, കുലസ്ത്രീകൾ, സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് മാത്രം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നിയമങ്ങളും കുറച്ച് സംസാരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. പെണ്ണുങ്ങൾക്ക് മാത്രം ആരും സംസാരിച്ച് കണ്ടില്ല. ന്യൂസിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കണ്ടതേ ഉള്ളൂ. ഒരു സ്ത്രീ ഇത്രയും പ്രസവിക്കുന്നവരെ, അല്ലെങ്കിൽ ഇങ്ങനൊരവസ്ഥയിലേക്ക് മാറുന്നവരെ, ആശാ വർക്കറോ അല്ലെങ്കിൽ എന്തൊക്കെയോ വർക്കർമാരിങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പ്രഗ്നൻ്റായ സ്ത്രീകളുടെ വീട്ടിൽ പോയി ക്ഷേമാന്വേഷണം നടത്തി അവരുടെ ബോഡി കണ്ടീഷനെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയുണ്ട്. പക്ഷേ ഇവരൊന്നും ഈ പുഴുവരിക്കുന്ന ആവുന്നവരെ എവിടെ പോയതാ? അതൊന്നും ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷനല്ലേ? ഈ ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കേണ്ടതാ. ആരും ചോദിച്ചില്ല. ഒരു ജീവനങ്ങ് പോയി. പിന്നെ 7 അല്ലെങ്കിൽ 6 പ്രസവം വരെ ഈ സ്ത്രീക്ക്, ഇവർക്ക് ആ ഒരു പ്രസവ കാലഘട്ടം, അല്ലെങ്കിൽ അവർ ഇങ്ങനെ പ്രസവിക്കാനായിട്ട് തയ്യാറെടുത്ത് വരുമ്പോൾ അതിന് ഈ ഒരു അവസ്ഥയിൽ, അവരുടെ കണ്ടീഷനിൽ അതിന് ഇഞ്ചക്ട് ചെയ്യാൻ ഒരാണുണ്ടായിരുന്നല്ലോ. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്താണ്? ഇത്രയും അങ്ങോട്ട് പെറ്റി കൂട്ടി വെക്കുമ്പോൾ എന്താണ്? ഭൂമിക്ക് ഭാരമായിട്ട് ഭൂമി തകർന്ന് താഴെ വീഴും, അത്രയേ ഉള്ളൂ. ആൾക്കാർക്ക് താമസിക്കാനായിട്ട് സ്ഥലമില്ലാതെ പോകും, ഭൂമിയിൽ ജനങ്ങളെ കൊണ്ട് നിറയും. ഇതൊക്കെ നടക്കത്തുള്ളൂ, അല്ല വേറെ ഒന്നും നടക്കത്തില്ല. നമുക്കൊരു ചെറിയ ജീവിതമല്ലേ, ആ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടായാലും അല്ലെ സന്തോഷപ്പെട്ടായാലും ആ സന്തോഷത്തിൽ കൂടി കിട്ടുന്ന കുട്ടികളെയും ഉണ്ടാക്കുക. അവരെയും വളർത്തി വലുതാക്കി കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. പിന്നെ ചുറ്റുവട്ടം അതും ഇതുമെല്ലാം നോക്കി നല്ല രീതിയിൽ കൊണ്ടുപോയി. ഇനി ഒരു 5-6 തലമുറ അങ്ങനെ അങ്ങനെ അതൊക്കെ ഇപ്പോഴും നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഓരോരുത്തർ ചിന്തിച്ചാൽ മതി. അതൊക്കെ ഒരു ഒരു നല്ല ഒരു ഒരു ഒക്കെ നല്ലതാണോ? മനുഷ്യൻ ഈ ഇങ്ങനെ പഠിക്കുന്ന കാലഘട്ടവും നല്ല പറയുന്ന കാലഘട്ടങ്ങൾ മാറി വരുമ്പം അതനുസരിച്ച് മാറണ്ടേ? ഇങ്ങനെ ഒരു ഇതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത്ര പ്രസവവും അല്ലെങ്കിൽ ഇത്രയേറെ പ്രൊഡക്ഷൻ ചെയ്ത ആ ആളുമൊക്കെ ഒരു നല്ല ഒരു മനുഷ്യൻ്റെ ഇതൊന്നും ഉണ്ടാവത്തില്ല തോന്നുന്നു. ഏതൊക്കെയോ ഒരു പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും വരുന്ന തലമുറയ്ക്ക്. അത് അവർ ജീവിക്കുന്ന അവർക്ക് വേണ്ടിയല്ല, ഏതോ ഒരു സമുദായത്തിനും, ഏതോ ഒരു എന്തോ പറയുന്നത്, ഒരു ഗ്രൂപ്പ്. ഞാൻ പച്ചയായിട്ട് പറയാത്ത കേട്ടോ, ആരോടും വെറുപ്പുണ്ടായിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ടല്ല പറയുന്നത്. അത് ഏതായാലും എന്താ, മനുഷ്യനല്ലേ? ഏത് ഗ്രൂപ്പോ, ഏത് ജാതി, ഏത് മതം, എങ്ങനെയുള്ള ഉണ്ടായോ, അതൊക്കെ എന്താ ഒരു മനുഷ്യനല്ലേ? ഒന്ന് പ്രസവിച്ച് എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴത്തേന്, പ്രസവിക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾക്കെല്ലാം പ്രസവിച്ച് കഴിയുമ്പോൾ പ്രസവിക്കുന്നതല്ലേ, ഫ്രീ അല്ലേ എന്നൊക്കെ വിചാരിക്കരുത്. ഈ സിസേറിയൻ പോലെ തന്നെ പെണ്ണുങ്ങൾക്ക് എല്ലായിടവും കട്ടൊക്കെ ചെയ്ത് വിടും, പിന്നെയും സ്റ്റിച്ചൊക്കെ ഇടും. അപ്പം അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നെല്ലാം ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് നമ്മൾ ആ പഴയ ഒരു സ്ഥിതിയിലേക്ക് വരാൻ മാസങ്ങളാവും. നമ്മുടെ ശരീരത്തിൻ്റെ അകഭാഗങ്ങളും നല്ല രീതി ആ പഴയ ഒരു രീതിയിലേക്ക് വരാനും പുറഭാഗങ്ങൾ വരാനും ഒക്കെ. ഇതങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേന് അടുത്തതിനെ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ തയ്യാറെടുത്ത് നിൽക്കുന്നു. അപ്പം ഇതൊന്ന് ചിന്തിക്കാൻ ഈ പെണ്ണുപിള്ള പറയണം, എനിക്കിനി പ്രസവത്തിന് 30-35 വയസ്സെന്തോ ഉള്ളതെന്ന് പറയുന്നു. അപ്പം അവർ പറയണം, എനിക്കിനി പ്രസവിക്കാൻ വയ്യ, ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയോ ആർക്ക് വേണ്ടിയോ എനിക്ക് പ്രസവിക്കാൻ വയ്യ എന്നങ്ങ് തീരുമാനിക്കണം. ഇല്ല, നീ പ്രസവിച്ചില്ലെങ്കിൽ നീ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞാൽ പോയേക്കണം. എന്തിനാണ് ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്നത്, ജീവിച്ചും ആയുസ് എത്താതെ മരിക്കുന്നത്? അപ്പം അതൊക്കെയാണ്. അപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഞാൻ ഇത് തന്നെ എൻ്റെ മൈൻഡിൽ 2 ദിവസം കൊണ്ട് ആ സ്ത്രീയുടെ ആ ഒരു ദയനീയ അവസ്ഥ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ലായിരിക്കും. ഒരു ചെങ്ങല ഇട്ട് കെട്ടി വെച്ചേക്കുക. പ്രസവിക്കുന്ന ഒരു എന്തുവാ ഈ മിക്സി, ഗ്രൈൻഡർ, നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മിക്സിയല്ല എന്തോ പറയുന്നേ, ഉൽപ്പാദിപ്പിക്കുമല്ലോ. ചിരിക്കാൻ പാടില്ല, പക്ഷേ ഇതൊക്കെ ചിരിക്കാനാണ് തോന്നുന്നത്. അപ്പം നമ്മൾ അവരെന്തുവായിരിക്കും വിചാരിക്കുന്നത്? ഒരു ചങ്ങലയിട്ട് കെട്ടി വെച്ചിട്ട്
അങ്ങ് പിന്നെ ഒന്നുണ്ടാക്കി ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ കൊച്ചുങ്ങളെ ഇങ്ങനെ ഒന്നും ആരുടെയും ഒരു ഹെൽപ്പില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി ചേർത്ത് കൂട്ടി വെക്കാൻ പറ്റുമായിരുന്നെങ്കിലുണ്ടല്ലോ, ആൾക്കാരൊക്കെ പണം കൊടുത്ത് ഒരുപാട് വാങ്ങി വെച്ചാനെ ഒന്നിനെ ഒരു സമൂഹത്തിനെ ഉയർത്തി കാണിക്കാൻ. ഇതിപ്പോൾ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ അത് മുന്നോട്ട് പോകും. അതും അവരുടേതായിട്ടുള്ള ആളിൻ്റെ ഹെൽപ്പ് ഉണ്ടാവണം. വേറെ നമ്മുടെ ഉള്ള സമൂഹത്തിലുള്ള ആൾക്കാരൊന്നും പോയി പോയി ഇത്രയും പ്രസവിക്കുമെന്ന് സംശയമാണ്. അതാ പ്രസവിക്കാറുണ്ട്. പക്ഷേ അവരെ ഒരു സന്തോഷത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനായിരിക്കത്തില്ല. അവരുടെ സന്തോഷത്തിനും അതുമല്ല അവർക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടായിരിക്കും. ഇഷ്ടംപോലെ പണം ഉണ്ടായത് കാരണം അവർക്ക് അത്രയും കുട്ടികളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഒരു സന്തോഷം. വീട് എപ്പോഴും കളിച്ചിരിയിലിരിക്കണം. അങ്ങനെ അവരെല്ലാം ഹെൽത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അതെല്ലാം നോക്കിയായിരിക്കും. ചിലപ്പോൾ 3, 4 വയസ്സായി കഴിയുമ്പോഴായിരിക്കും അടുത്ത കുഞ്ഞിനെ പ്രസവിക്കുക. ഇത് 10 മാസം കഴിഞ്ഞ് ഒരു കുഞ്ഞ് വെളിയിലോട്ട് വന്നാൽ ഉടനെ തന്നെ അകത്താക്കുന്ന ഈ ഒരു രീതി ഇത് ശരിയല്ല. ഇത് പിന്നെ വേറെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ പ്രസവിക്ക്, ചെയ്യ്. പക്ഷേ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്ത് വെക്കണം. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവർക്കിനിയുള്ള എല്ലാം ചുമ്മാ ഇങ്ങനെ അങ്ങ് പേരിന് വേണ്ടി അവരെ കാണിക്കണം. ഞാൻ 5 എണ്ണം പ്രസവിച്ച്, 20 എണ്ണം പ്രസവിച്ചെന്നൊക്കെ. എനിക്കത് വേറെ രീതി പറയാനാണ് തോന്നുന്നത്. പക്ഷേ ഞാനത് പറയുന്നില്ല. പല ആൾക്കാരും പറയുന്നുണ്ട് എൻ്റെ സംസാരം ശരിയല്ലെന്ന്. അതുകൊണ്ട് എന്തുമാത്രം കൺട്രോൾ ചെയ്താൽ ഞാൻ ഈ 2 ദിവസം കൊണ്ട് ഇത് കണ്ട് ആ പുഴുവൊക്കെ ഉണ്ടല്ലോ, ആ മുതുവിലുള്ള ആ പുഴുവിനെയൊക്കെ ഞാൻ ഇമാജിൻ ചെയ്തു. ഇമാജിൻ ചെയ്തിട്ട് അത് ഇമാജിൻ ചെയ്യുമ്പോഴേ നമ്മുടെ ശരീരത്തിങ്ങനെ എന്താ പറയണ്ടേ, നമുക്കങ്ങ് കോരിത്തരിക്കുമല്ലോ, പുള്ളരിക്കുമെന്നൊക്കെ പറയത്തില്ലേ, പുല്ല് അങ്ങനല്ലേ പറയുന്നത്, ഈ രോമമൊക്കെ എഴുന്നേറ്റ് വരുന്നത്, ആ ഒരു ഫീലിങ്. അപ്പോൾ ഓരോ പ്രസവം കഴിയുമ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യൂറിൻ പാസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ലെഗ്നി പോകാൻ പറ്റത്തില്ല. ഇരിക്കാൻ പറ്റത്തില്ല. നിൽക്കാൻ പറ്റത്തില്ല. ഉറങ്ങാൻ പറ്റത്തില്ല. ആ സ്ത്രീ ഈ ഒരു വയസ്സിനിടയ്ക്ക് എന്തുമാത്രം അനുഭവിച്ചു കാണും. ആ മനുഷ്യനെ പറ്റുമെങ്കിൽ അങ്ങ് തൂക്കിക്കൊല്ലണം. ഇങ്ങനെ കൊടൂരം ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ എന്തോ കാര്യം സാധിക്കാൻ. ഇപ്പം നോക്കിക്കോ, ജയിലിനകത്ത് പോയോ ഒരാഴ്ച ഇങ്ങോട്ട് വരും. ചിലപ്പോൾ ഇവർക്ക് അനിയത്തിയുണ്ട്, അനിയത്തി തന്നെ അങ്ങ് കിട്ടും. ഇല്ലെങ്കിൽ വേറൊരുത്തേ കിട്ടും. അതിലും ഒരു 10, 15 എണ്ണം അങ്ങ് ഉണ്ടാക്കും. എന്തോന്ന് നിയമം, ഒരു നിയമം തന്നെ കൊണ്ടുവരണം. ഇത്ര കുട്ടികൾ മതി എന്നുള്ളത്. അതിൽ മേലോട്ട് കുട്ടികളുണ്ടാവാൻ പാടില്ല. അതുമല്ല, ഒരു കുട്ടി ജനിച്ച് ഇത്ര നാളുകൾക്ക് ശേഷം ഒരു കുട്ടിയുണ്ട്, അടുത്ത കുട്ടി ഉണ്ടാവണമെന്നും കൂടെ ഒരു നിയമം വരണം. പെണ്ണുങ്ങളെ ഇത്ര ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. എന്തോന്ന് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന പെണ്ണുങ്ങളെ പ്രസവിക്കുന്നതിൻ്റെ ചെറിയ കാര്യം എന്തോലും ആണോ? അത്രയധികം കഷ്ടപ്പെടണം ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ. വഴക്കിനൊന്നും വരരുത്. ഞാനൊരു സമൂഹത്തെയോ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും അങ്ങനെ എടുത്തു പറയുന്നില്ല. അതുകൊണ്ട് ആരെയും ഞാനൊന്നും പറയുന്നില്ല. പലതും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കേൾക്കാതെ വേറെ രീതിയിൽ കേട്ടിട്ട് എന്നോട് വഴക്കിന് വരുന്ന ആൾക്കാരുണ്ട്. ഇന്നലെ തന്നെ നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ നല്ലതായിട്ട് സ്നേഹിക്ക്. അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചോളും എന്നും പറഞ്ഞ് ഞാനൊരു ഷോർട്ട് വീഡിയോസ് ചെയ്ത്. എന്നോട് വന്ന് പല ആൾക്കാരും ചേച്ചി എനിക്ക് സ്നേഹം താ എന്ന് പറഞ്ഞ് എല്ലാം കൂടെ എൻ്റെ നേർക്ക് വരുക. അപ്പം നമ്മൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മളോട് പ്രശ്നത്തിന് വരരുത്. ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ചിന്തിക്കണം. മഹിളാമണികളും എന്തുവാ പറയുന്നേ, അതിനൊക്കെ കുലസ്ത്രീകളും ഒക്കെ ഉണ്ടല്ലോ. ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി പോരാടി നിൽക്കുന്ന ഒരുപാട് എന്താ പറയുന്നേ, സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാം. പക്ഷേ സൈഡിൽ കൂടെ സ്ത്രീകൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും. ഇല്ലെങ്കിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇവിടെ ചോദിക്കത്തില്ല. 2 ദിവസം അതിനെതിരെ 2 സംസാരം. പിന്നെ അങ്ങ് തീർന്ന്. പിന്നെ എന്തൊക്കെ നടക്കുന്നോ എന്നൊന്നും അങ്ങ് ആരും ശ്രദ്ധിക്കത്തില്ല. എവിടെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യം അവിടെ ഒരു കേസ് എന്തോരം വന്നാൽ പിന്നെ എപ്പോഴും അവരുടെ നേർക്കൊരു കണ്ണുണ്ടാവണം. അതിനാണ് ഈ ഓരോ പഞ്ചായത്തിലും ഓരോ ഉദ്യോഗസ്ഥരെയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത്. അവരൊക്കെ എന്തുമാത്രം ആൾക്കാരുണ്ട്. നോട്ടം ഇട്ട് വെച്ചേക്കണം. ഇട്ടിട്ട് അതൊന്നും ഇല്ലാത്ത രീതിയിൽ എന്ത് നല്ലതായിട്ട് ഭരിക്കാൻ പറ്റും. അതൊന്നും ചെയ്യത്തില്ല. കിട്ടുന്ന എല്ലാം പൂഴ്ത്തി വെച്ചിട്ട് സുഖമായിട്ട് AC കാറിനകത്ത് കയറി ഇങ്ങനെ ഡാൻസ് കളിക്കും. ഇതിനാണ് പല ആൾക്കാർക്കും പറ്റുന്നത്. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ചെറിയ ഒരു വീട്ടിൽ നിന്ന് ആരംഭിച്ച് ചെറിയ ഒരു എന്താ പറയുന്നത്, ഒരു പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച് അതിൻ്റെ ചുറ്റും അതേ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് എല്ലായിടത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞെങ്കിൽ എവിടെയോ പോയി നിന്നു. ദൈവമേ, ആരും വഴക്കിന് വരുമോ? ആരും വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഒരു പ്രശ്നം എന്നോട് ഉണ്ടാക്കരുത്. താങ്ക് യു വെരി മച്ച്.